ഹായ് ഫ്രണ്ട്സ്, KPST സ്വദേശ് മെഗാ ക്യൂസ് 2024-25 സബ് ജില്ലാ തലം UP വിഭാഗത്തിൽ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. എത്ര പേർക്ക് ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയെന്നും എത്ര മാർക്കാണ് കിട്ടിയതെന്നും കമൻറ്റ് ചെയ്തറിയിക്കുക. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ചേരിചേരാ നയം എന്ന വിഖ്യാതമായ വിദേശ നയം ആവിഷ്കരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏത്? യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ. ഗാന്ധിജിയുടെ വിശ്വസ്തനും സഹപ്രവർത്തനുമായിരുന്ന ഇദ്ദേഹം പിൽക്കാലത്ത് ശാന്തിനികേതനിൽ അധ്യാപകനായി ജോലി ചെയ്ത ഈ മഹാൻ ആരാണ്? CF ആൻഡ്രൂസ്. മഹാത്മാഗാന്ധി പങ്കെടുത്ത രണ്ടാം വട്ടമേശ സമ്മേളനം ഏത് വർഷത്തിലായിരുന്നു? 1931. രാജകീയ പ്രതിനിധികൾ നോക്കി നിൽക്കെ ഇന്ത്യയിലെ ജനകോടികളുടെ നേതാവ് ആ തൊഴിലാളികളോടൊപ്പം പോയി അവരുടെ ചേരികളിലൊന്നിൽ താമസിക്കുവാനും അവരോട് ഒരുമിച്ച് ആഹാരം കഴിക്കുവാനും. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് ഈ പരാമർശനം? മഹാത്മാഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? G. സുബ്രഹ്മണ്യ അയ്യർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആര്? അബ്ബാസ് സിയാബ്ജി. 1891 ദാദാഭായ് നവറോജി എഴുതിയ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം അവതരിച്ച ചരിത്രപ്രസിദ്ധമായ സിദ്ധാന്തം ഏത്? ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി പറയേണ്ടത്. ആരുടെ വാചകമാണിത്? ഡോക്ടർ BR അംബേദ്കർ. കണ്ണിന് കണ്ണെന്ന നയം ലോകത്തെ അന്ധകാരത്തിലാഴ്ത്തുമെന്ന ഗാന്ധിജി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം. 2022 മികച്ച പിന്നണി ഗായകനുള്ള 68ാമത് ദേശീയ പുരസ്കാരം നേടിയ വനിത ആര്? നഞ്ചിയമ്മ. 1942 ഓഗസ്റ്റ് 8 അർദ്ധരാത്രി ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ആരംഭിക്കുന്നു. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും നമുക്ക് വേണ്ട. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വാതന്ത്ര്യയാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. അതിനുവേണ്ടി ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. ഏതായിരുന്നു ആ മന്ത്രം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. മഹാത്മാഗാന്ധിയുടെ അവസാന കേരള സന്ദർശനം നടന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. 1925 കാൺപൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചു. 1949 മാർച്ച് 2 ഇഹലോകവാസം വെടിയുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സരോജിനി നായിഡു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതഗതി തിരുത്തി എഴുതിയ സമരമായിരുന്നു ബർദോളി സമരം. ഈ സമരം നടന്ന വർഷം ഏത്? 1928. നെഹ്റു ഏറ്റവും അധികം കാലം തടവിൽ കിടന്ന ജയിൽ? അഹമ്മദ് നഗർ കോട്ട. 1042 ദിവസം. ഇന്ത്യ ഡിവൈഡ് വിഭക്ത ഭാരതം എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതാര്? ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദ്.
സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചതാര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന താരം? ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച പ്രഥമ മലയാളി ആരാണ്? വി.ആർ. കൃഷ്ണൻ അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ ബന്ദ് നടന്നത് ഏതു വർഷം? 1907 ബാലഗംഗാധര തിലകിനെ ജയിലിൽ അടച്ചപ്പോൾ. ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി? ഗംഗ ഡോൾഫിൻ.